ജനവാസ മേഖലയിലെ വന്യമൃഗശല്യത്തിന് തടയിടുവാൻ വനംവകുപ്പ് പ്രവർത്തനം ഊർജിതമാക്കി. പുഞ്ചവയൽ പാക്കാനം ഇഞ്ചക്കുഴി മേഖലയിൽ സൗരവേലികൾ പ്രവർത്തനം സജ്ജമാക്കി വനംവകുപ്പും നാട്ടുകാരും. പാക്കാനം ഇഞ്ചക്കുഴി കാരിശ്ശേരി മേഖലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിരുന്ന വന്യമൃഗശല്യത്തിന് തടയിടുവാനായി പ്രവർത്തനരഹിതമായി കിടന്നിരുന്ന സോളാർ വേലികൾ വനംവകുപ്പും നാട്ടുകാരും ചേർന്ന് പുനഃസ്ഥാപിച്ചു. മേഖലയിൽ ജനജീവിതത്തിന് ഭീഷണിയായ കാട്ടുപോത്ത്, പുലി, കാട്ടാന എന്നിവയുടെ സാന്നിധ്യവും ആക്രമണവും പതിവ് സംഭവമായി മാറിയിരുന്നു. വനംവകുപ്പ് നട്ടുവളർത്തിയ തേക്കുകൾ വളർന്ന വലിയ പ്ലാന്റേഷനായി മാറിയതോടെയാണ് ജനവാസ മേഖല വന്യമൃഗങ്ങളുടെ താവളമായി മാറിയത്. മൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയുവാൻ മുൻപ് സ്ഥാപിച്ച സോളാർ വേലികൾ കാടുകയറി നശിച്ചതാണ് വന്യമൃഗങ്ങൾ കടന്നു കയറുവാൻ ഇടയാക്കുന്നത്. ഇതിനെ തുടർന്ന് വനംവകുപ്പ് അടിയന്തരമായി പ്രദേശവാസികളുടെ യോഗം വിളിച്ചു ചേർക്കുകയും വേലികൾ പുനരുദ്ധരിക്കുവാൻ തീരുമാനിക്കുകയുമായിരുന്നു. ജനകീയ കൂട്ടായ്മയിൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ റെജിയുടെ നേതൃത്വത്തിൽ 10 വനപാലകരും 9 നാട്ടുകാരും ചേർന്നാണ് സോളാർ വേലികളിൽ ചുറ്റി പടർന്നു കിടന്ന കാടും വള്ളിപ്പടർപ്പും വെട്ടിത്തെളിച്ച് ലൈൻ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കിയത്. പുനരുദ്ധരിച്ച സോളാർ വേലികളുടെ പ്രവർത്തനോദ്ഘാടനം പ്രദേശത്തെ മുതിർന്ന പൗരനായ ഭാസ്കരൻ നിർവഹിച്ചു. നിർണായക തീരുമാനങ്ങളാണ് നമ്മൾ എടുത്തത്. അതിൻ്റെ ഭാഗമായിട്ട് അടുത്ത ദിവസം തന്നെ, അതായത് തിങ്കളാഴ്ച തന്നെ, ഇന്നലെ 10ഓളം വരുന്ന വനപാലകരും 9ഓളം പ്രദേശവാസികളും ചേർന്നുകൊണ്ട് ഇവിടെ ഫെൻസിങ്ങിൻ്റെ കാട് വീശലുകൾ ആരംഭിക്കുകയും അത് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ശ്രീ റെജിയുടെ നേതൃത്വത്തിലാണ് അത് നമ്മുടെ വനപാലകർ പങ്കെടുത്തത്. അതുപോലെ ഊരുമൂപ്പനുണ്ടായിരുന്നു, വാർഡ് മെമ്പറും ഉണ്ടായിരുന്നു. ജനകീയമായ ഒരു പ്രവർത്തനം തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ നമുക്ക് ഏകദേശം ഒരു 400 മീറ്റർ ഇന്നലെ നമ്മൾ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ചാർജ് ചെയ്തു. ഇന്ന് നമുക്ക് ഒരു പടി കൂടെ മുന്നിലാണ് നമ്മുടെ ആളുകളും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഇന്ന് നമ്മൾ 700 മീറ്ററും കൂടെ നമ്മൾ ഇന്ന് ചാർജ് ചെയ്യാൻ പോവാണ്. വന്യമൃഗശല്യം പൂർണ്ണമായും തടയുന്നതിനും പ്രദേശവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വരും ദിവസങ്ങളിൽ കൂടുതൽ മുൻകരുതലുകൾ നടപ്പിലാക്കുമെന്ന് എരുമേലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ KV രതീഷ് വ്യക്തമാക്കി. വേലികൾ പുനഃസ്ഥാപിച്ചതോടെ വർഷങ്ങളായി ഭീതിയിൽ കഴിഞ്ഞിരുന്ന പാക്കാനം ഇഞ്ചക്കുഴി നിവാസികൾക്ക് വലിയ ആശ്വാസമായി മാറിയിട്ടുണ്ട്. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.